എന്താ അമ്മി ചെയ്യുന്നത്? പെരുന്നാളിൻ്റെ ഇറച്ചി ബീഫ് ഇതുവരെ തീർന്നിട്ടില്ല. അപ്പം ഇച്ചിരി ബീഫ് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ച്. അപ്പം അതിന് വേണ്ടിയിട്ട് ബീഫ് കട്ട് ചെയ്യണേ. അപ്പം നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് ഇവർക്ക് കൂടി കാണിച്ചു കൊടുക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. നമ്മൾ ബീഫ് താണ്ട് കഴുകി വൃത്തിയാക്കിയിട്ടാണ് കൊച്ചു കുക്കറിനകത്താണ് കേട്ടോ വേവിക്കുന്നത്. നമ്മൾ ബീഫിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർക്കാം. എന്നിട്ടിത് നല്ലപോലെ നമ്മൾ കുഴച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ, 1/4 ഗ്ലാസ് വേണ്ട, കുറച്ച് വെള്ളത്തിൽ ഇതൊന്ന് വേവിക്കാൻ വയ്ക്കാം. ഒരു 1/4 ഭാഗം വേവായാൽ മതി. 5 വിസിലിന് ശേഷം ഉണ്ടല്ലോ നമ്മൾ കുക്കറിൻ്റെ അടപ്പൊക്കെ മാറ്റി എയറൊക്കെ കളഞ്ഞിട്ട് ഇനി ഇതിലെ വെള്ളം ഉണ്ടല്ലോ ഈ സ്റ്റോക്കൊന്ന് വറ്റിച്ചെടുക്കണം. വറ്റിച്ചെടുക്കുന്നവർക്ക് വറ്റിച്ചെടുക്കാം, ഇല്ലെങ്കിൽ ഇത് മാറ്റി വെക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് വറ്റിച്ചെടുക്കേ. നമ്മുടെ ബീഫിൻ്റെ വെള്ളം എല്ലാം പറ്റിയിട്ടുണ്ട് കേട്ടോ. വെള്ളം പറ്റിയിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഒരു ഇത്തിരി മുളക് പൊടി, ഒരു ഇച്ചിരി മസാലപ്പൊടി, ഇത്തിരി കുരുമുളക് പൊടി, ഇതിനകത്ത് തന്നെ ജസ്റ്റ് ഒന്ന് നമ്മൾ ഇതാക്കി എടുക്കും കേട്ടോ. ചൂടെണ്ണയിൽ, വെളിച്ചെണ്ണയിൽ നമ്മളിതിനകത്ത് വലിയ ജീരകം ഇട്ട്, കുറച്ച് വെളുത്തുള്ളി ചതച്ചത്, ഞാൻ 1 കഷ്ണം പച്ചമുളക് ഇട്ടിട്ടുള്ളൂ കേട്ടോ, പിള്ളേർക്ക് കഴിക്കാറുണ്ട്, കുറച്ച് കറിവേപ്പില. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ഡീപ് ഫ്രൈ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്ന ബീഫ് ഫ്രൈ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. തിന്നാൻ നല്ല ടേസ്റ്റൊക്കെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കിലുകിലാന്നിരിക്കുന്ന ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ ഗൾഫിലൊക്കെ പോകുന്നവർക്കൊക്കെ കൊടുത്തു വിടാം കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയാൽ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.